കേരളത്തിലെ ക്ഷയരോഗികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ടെന്നും ഇവിടുത്തെ ക്ഷയരോഗ നിയന്ത്രണ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും കേന്ദ്ര സർക്കാർ സെൻട്രൽ TB ഡിവിഷനിലെ അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ സഞ്ജയ് കുമാർ മട്ടു അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ക്ഷയരോഗ നിയന്ത്രണ പ്രവർത്തനങ്ങളിലെ സ്വകാര്യ പൊതുസംരംഭങ്ങളുടെ പങ്കാളിത്തം പരിശോധിക്കുന്നതിന്റെ ഭാഗമായി അമൃത ആശുപത്രിയിലെത്തിയതായിരുന്നു ഡോക്ടർ സഞ്ജയ് കുമാർ. ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിനുള്ള അമൃത ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ഡോക്ടർ അഖിലേഷ് അവതരിപ്പിച്ചു. അമൃത ആശുപത്രിയിലെ അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന KV, റെസ്പിറേറ്ററി മെഡിസിൻ മേധാവി ഡോക്ടർ അസ്മിത തുടങ്ങിയവരും ചർച്ചകളിൽ പങ്കാളിയായി. പൊതുജനാരോഗ്യത്തോടുള്ള സ്ഥാപനത്തിന്റെ പ്രതിബദ്ധതയെ അംഗീകരിച്ചുകൊണ്ട് ക്ഷയരോഗ നിർമ്മാർജ്ജന മേഖലയിൽ അമൃത ആശുപത്രി നടത്തുന്ന ശ്രമങ്ങളെ ഡോക്ടർ സഞ്ജയ് കുമാർ മാട്ടു അഭിനന്ദിച്ചു. കോവിഡിന് ശേഷം ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ സഞ്ജയ് കുമാർ വിശദീകരിച്ചു. When we are seeing this tuberculosis, definitely we can consider this thing that health facility wise Kerala is among one of the best states. But as I suggested, we are having Himachal Pradesh is coming in a very good way. If you want to see the progress, they are the very difficult terrain. Still they are having house to house mapping, also active case finding, NTB they have done good. But still, Kerala, along with these 4-5 states, it comes in the top 5 states. Yeah. Then there was another situation where that during COVID time, the patient remained mostly in what you can say isolated in their homes. The accessibility to the health services were also delayed. So there were some cases which the new cases came up and they were having some accessibility issues. So during that time we have some flare up, the increase of the TB cases was there and a transmission in the family was more. എറണാകുളം DTO ഡോക്ടർ അനന്ത് മോഹൻ, WHO കൺസൾട്ടന്റ് ഡോക്ടർ ഗായത്രി AV, മുഹമ്മദ് ഷദാബ്, ആശിഷ് വർമ്മ തുടങ്ങി വിവിധ ജില്ലാ NTEP പ്രതിനിധികളും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. പ്രമേഹ രോഗികളിൽ TB, സ്വകാര്യ മേഖലയിലെ ക്ഷയരോഗ നിയന്ത്രണ നടപടികൾ, TB ബോധവൽക്കരണ പരിപാടികൾ, TB രഹിത അമൃതഗ്രാമം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തത്. സംസ്ഥാനത്തെ ക്ഷയരോഗ നിയന്ത്രണ നടപടികൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സ്ഥിതിവിവരക്കണക്കുകൾ, അനുഭവങ്ങൾ, പരിഹാരമാർഗ്ഗങ്ങൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി.